بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അഹ് വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ 21-22 ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഖാലിഖിയ്യത്തും അള്ളാഹുവാണ് നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഭൂമിയെ വിധാനിച്ചതും ആകാശത്തെ എടുപ്പാക്കിയതും ആകാശത്തിൽ നിന്ന് വെള്ളം വർഷിപ്പിക്കുന്നതും മഴ വർഷിപ്പിക്കുന്നതും കായ്ക്കനികൾ നിങ്ങൾക്ക് ഒരുക്കിത്തന്നതുമൊക്കെ അള്ളയാണ് എന്നുള്ള റുബൂബിയത്ത്, അള്ളാഹുവാണ് ഈ ലോകത്തിൻ്റെ രക്ഷിതാവ് എന്നുള്ള റുബൂബിയത്തും പറഞ്ഞു. അതിനുശേഷം നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എല്ലാം ഒരുക്കിത്തന്ന ആ റബ്ബിനോട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ, ആ അള്ളാഹുവിനെ നിങ്ങൾ സഹായികളെ ഉണ്ടാക്കരുത്, വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ സഹായികൾ ഉണ്ടാക്കരുത് എന്നുള്ള 3 കാര്യങ്ങൾ ആ ആയത്തിൽ വിശദീകരിച്ചു. ഇങ്ങനെ മനുഷ്യ സൃഷ്ടിപ്പിൽ തന്നെ അവന് ഒരു രക്ഷിതാവിനെ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇനി അവിടെയും നിങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ 23-ാമത്തെ ആയത്താണ്, 141-ാമത്തെ പേജ് പരിഭാഷയിൽ. അപ്പോൾ അവർക്ക് നിങ്ങളെ പടച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ചത്, ആകാശം പടച്ചത്, ഫലങ്ങൾ തന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ദൃഷ്ടാന്തങ്ങളാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരെയും സഹായത്തിന് വിളിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഇനിയും നിങ്ങൾക്ക് ഉറപ്പില്ല എങ്കിൽ അടുത്തൊരു കാര്യം കൂടി ഖുർആൻ പറയണം. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا
ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വ ഇൻ കുൻതും നൂന് ഉച്ചരിക്കാൻ പാടില്ല. വ ഇൻ കുൻതും മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഓതാ നസ്സൽനാ അലാ അബ്ദിനാ. ബാ ക്ലിയറായിട്ട് ഉച്ചരിക്കണം. അബ്ദിന എന്ന് ഓതാൻ പാടില്ല. അബ്ദിന ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി ഫഅ്തു ബിസൂറത്തിൻ മിൻ അല്ലേ, നൂന് ഉച്ചരിക്കാതെ മണിച്ചോദനം. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി സാ അല്ലേ, സൂറത്തിൻ്റെ സായും മിസിലിൻ്റെ സായും എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഉച്ചരിക്കുമ്പോൾ വ്യത്യാസം വേണം കേട്ടോ. ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സ്വാദിഖീൻ. നമ്മുടെ അടിയാൻ്റെ മേൽ നാം അവതരിപ്പിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല വിധേനയും സന്ദേഹത്തിലാണെങ്കിൽ അതുപോലെയുള്ളൊരു സൂറത്ത് അധ്യായം നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ സാക്ഷികളെ സഹായികളെ നിങ്ങൾ വിളിക്കുകയും ചെയ്തു കൊള്ളുവീൻ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ. ഖുർആൻ്റെ വെല്ലുവിളിയാണ്. നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു, ആകാശത്തെ പടച്ചു, ഫലങ്ങളെ തന്നു അല്ലേ, ഇതൊക്കെ തന്നു, ഇതൊക്കെ റബ്ബുണ്ട് എന്നുള്ളതിന് ഒരു സാക്ഷിയാണ്. ഈ ലോകത്തിനൊരു നാഥനുണ്ട് എന്നുള്ളതിന് സാക്ഷിയാണ്. ഇനി നിങ്ങൾ അതും അംഗീകരിക്കണമെങ്കിൽ ഞാൻ അടുത്ത വെല്ലുവിളിയാണ്. വ ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ ഫി റൈബിൻ. റൈബ് പറഞ്ഞെന്താ? ദാലിക്കൽ കിതാബു ലാ റൈബ എന്നാണ്ടാ തുടങ്ങിയത് അല്ലേ, സംശയം. ഇനി നിങ്ങൾക്ക് സംശയമാണ്, പടച്ചോണ്ടോ, ഖുർആൻ ഉണ്ടോ, മുഹമ്മദ് നബി അള്ളാഹിൻ്റെ പ്രവാചകനാണോ എന്നൊക്കെ ഒന്നും സംശയിച്ച് കിടക്കുന്ന മുസ്ലിങ്ങളുണ്ട് അല്ലേ, അല്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിമ്മാ നസ്സല അല അബ്ദിന, നമ്മുടെ അടിമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മേൽ ഇറക്കപ്പെട്ടതിൽ ഇനിയും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബിസൂറ. അത്താ ബി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്, ഒരു ഫ്രൈസാണത്. ഫഅ്തു ബിസൂറ, നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരും അല്ലേ, മിൻ മിസ്ലിഹി, ആ ഖുർആനിലുള്ള പോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ എന്താവേ കൊണ്ടുവരും. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാ? അൽ ബഖറ. ചെറിയ സൂറത്ത് ഏതാ? നമ്മളെപ്പോഴും നിസ്കാരത്തിന് പെട്ടെന്ന് തീരാൻ വേണ്ടി ഓതുന്ന ഇന്നാഴത്തേന അല്ലേ, അതും സൂറത്ത് തന്നെയാണ്. അൽ ബഖറ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറയാൻ പറ്റില്ല, നിങ്ങൾ ഇന്നാഴത്തേന കൊണ്ടുവരും അല്ലേ. എല്ലാം വെല്ലുവിളിയാണ്. ഇത് അൽ ബഖറക്ക് മാത്രമല്ല വെല്ലുവിളിയാണോ? അല്ല, ഖുർആനിൽ 114 പെട്ടതാണ്. ചെറിയ സൂറത്തും വലുതുണ്ട്, മീഡിയം ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. ഇന്നാ നിങ്ങൾക്ക് ഇനിയും സംശയമാണെങ്കിൽ, നമ്മുടെ അടിമയുടെ മേൽ ഇറക്കപ്പെട്ടതിൽ ഇനിയും സംശയമാണെങ്കിൽ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവാ. ആ ഖുർആനിലുള്ളതുപോലുള്ള സൂറത്തെങ്കിലും കൊണ്ടുവാ. വദ്ഉ, നിങ്ങൾ ഒറ്റക്ക് വേണ്ട, വദ്ഉ നിങ്ങൾ വിളിച്ചോ, ശുഹദാഅകും സഹായികളെ, സാക്ഷികളെ കേട്ടോ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നറിയാം. എന്നും നാട്ടുകാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെയും എല്ലാവരും വിളിച്ചോ. മിന്തൂനില്ല, ആരെ കൂട്ടാൻ പറ്റൂല? അള്ളാഹനല്ലാത്തവർ. അള്ളാഹിനെ കൂട്ടിയ പിന്നെ ഖുർആൻ കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിച്ചോ. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ഇങ്ങനെ പറയാൻ ആർക്കാ കഴിയാം? അസ്സലാമു അലൈക്കും.
ഇങ്ങനെ പറയാൻ ഇതൊരു വെല്ലുവിളിയാണ്. 1400 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ കൊണ്ട് വെല്ലുവിളിച്ചതാണ്. ഇത് വെല്ലുവിളി മക്കത്തുനിന്ന് 3 എണ്ണം കഴിഞ്ഞിരിക്കണം. ഇതെവിടുന്നാ? ഈ സൂറത്ത് ഏതാണ്? മദനിയാണ് അല്ലേ? മക്കത്ത് മുശ്രിക്കുകളോട് 3 വെല്ലുവിളി കഴിഞ്ഞു. സൂറത്തുൽ ഇസ്രായിൽ, സൂറത്തുൽ ഹൂദിൽ, സൂറത്ത് യൂനുസിൽ. ആ പരിഭാഷ ഒന്ന് ഇങ്ങോട്ട് മറിച്ചൊക്കെ 142 ഖുൽ ഇൻ ജിതമഅത്തിൽ ജിന്നു വൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി. മക്കത്തുനിന്ന് 13 കൊല്ലം റസൂലുള്ള മക്കത്തുണ്ടായപ്പോൾ 3 വെല്ലുവിളി സൂറത്ത് ഇസ്രായിലൂടെയും ഹൂദിലൂടെയും സൂറത്ത് യൂനുസിലൂടെയും നടത്തി. ഒന്നാമത്തെ വെല്ലുവിളി എന്തായിരുന്നു അറിയോ? നിങ്ങൾ ഇൻസും മനുഷ്യന്മാരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ അലാ അൻ യഅ്തൂ ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലൊരു ഖുർആൻ കൊണ്ടുവരാൻ, ലാ യഅ്തൂന ബിമിസ്ലിഹി, നിങ്ങൾക്ക് എന്താവില്ല, അതുപോലൊന്നും കഴിയില്ല. വലൗ കാന ബഅ്ളുഹും ലി ബഅ്ളിൻ ലഹിറ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലും എന്താവില്ല, നിങ്ങൾക്ക് കഴിയില്ല. ഇത് മക്കത്തിറങ്ങിയതാണ്. സൂറത്ത് ഇസ്രായിൽ. സൂറത്ത് യൂനുസിൽ പറഞ്ഞു ഖുൽ ഫഅ്തൂ ബി അശരി സുവരിൻ മിസ്ലിഹി, എന്നാൽ നിങ്ങൾ മൊത്തം ഖുർആൻ കൊണ്ടുവരണ്ട, 10 കൊണ്ടുപോവാ. ഖുർആനിലുള്ള 10 ആയത്ത് കൊണ്ടുപോവാ. ചെറിയ ആയത്തുകളുണ്ട് അല്ലേ? ചെറിയ ആയത്തുകൾ 10 കൊണ്ടുപോവാ. മൂന്നാമത്തെ വെല്ലുവിളി ഖുൽ ഫഅ്തൂ ബി സൂറത്തിൻ മിസ്ലി, ഖുർആനിലുള്ള പോലത്തെ ഒരു സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾ പറയണ്ടല്ലോ ഇത് മുഹമ്മദിന് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ ഇത് അള്ളാഹുവിന് ഇതിൽ കയ്യില്ല, ഇത് മുഹമ്മദിനിങ്ങനെ സിഹർ ബാധിച്ചിട്ട് അതെങ്കിലും ഒരു പ്രത്യേക അവസ്ഥയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെന്നൊക്കെ പറയണ്ടല്ലോ. എന്നാൽ മുഹമ്മദ് സ്കൂളിൽ പോയിട്ടില്ല. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ നിരക്ഷരനായിട്ട് നിർത്തിയത് അല്ലേ? മക്കത്ത് പണ്ഡിതന്മാരുണ്ട്, വൈതാളികന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്. മക്കത്തുള്ള സാഹിത്യകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വലീദ്, ഉമയ്യത്ത് എന്നൊക്കെ പറയുന്ന സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞാൽ നിമിഷ കവികളാണ്. അവരുടെ കവിതകൾ ഇന്നും അറബ് ലോകത്ത്, സാഹിത്യ ലോകത്ത് വായിക്കപ്പെടുന്നതും നമുക്ക് ഇങ്ങനെ വായിച്ചാൽ മനസ്സിലാവില്ല. അതിന് ഡിക്ഷണറി വേണം, അതിൻ്റെ വിശദീകരണങ്ങൾ വേണം, എന്നാലേ അറബി കവിതകൾ എന്താവുള്ളൂ മനസ്സിലാവുള്ളൂ. നമുക്ക് പോട്ടെ അറബികൾക്ക് തന്നെ, നമുക്കിപ്പോൾ എന്തായാലും നമ്മളെ ശരിയാവില്ലേ അറബികൾക്ക് തന്നെ. അത്രയും വലിയ കവികളാണ്. കവികൾ പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ ചില്ലറ കവികളല്ല. പിന്നെ ഒരു കവിത കണ്ട് പറഞ്ഞാൽ ഒരു കവിത അങ്ങോട്ട് പാടും. അവർക്ക് മജ്ലിസുകളുണ്ടാവും. അതേപോലെ തന്നെ സാഹിത്യ സദസ്സുകളുണ്ടാവും. നമ്മളെ നാട്ടിലൊക്കെ അല്ലേ കവി എന്താണ് കവി അരങ്ങ്, അങ്ങനത്തെ അരങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അതൊക്കെ എന്താ, ഒരു കവി ഒന്നുകൂടെ പറയുമ്പോൾ അടുത്ത കവി എന്താകുക അതേപോലത്തെ ഒന്ന്, അല്ലെങ്കിൽ അതേ അക്ഷരം വെച്ചിട്ട് വേറെ പാടുക. ഒരു ഗോത്രം ഒന്ന് പാടി അതിൻ്റെ അപ്പുറം എന്താകുക പാടുക. അങ്ങനെ സാഹിത്യ സമ്പന്നതയിൽ ഉയർന്നു നിൽക്കുന്ന കവികൾ. അപ്പം മലയാളത്തിൽ കവി എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മളറിയപ്പെടുന്ന കവികൾ ഇപ്പോഴും വള്ളത്തോളും മറ്റവരൊക്കെയാണ് അല്ലേ? അവർ പറയുന്ന കവിതകൾ ഇപ്പോഴും മലയാള ഭാഷയിൽ കുമാരനാശാൻ്റെയോ വള്ളത്തോളിൻ്റെയോ ഒക്കെ മുഞ്ചു നിൽക്കുന്നതാണ്. ഇന്നും കവികളുണ്ട്, പക്ഷേ അവരുടെ കവിത എന്താവില്ല അത്രയും സാഹിത്യ ഭംഗിയോ വൃത്തമോ ഒക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെ കുറേയൊക്കെ അങ്ങോട്ടൊന്നും എത്തൂല. അവർ പറയണതന്നെ വൃത്തത്തിലായിരിക്കും. നമുക്ക് വൃത്തം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താ വേണ്ടി വരും, എഴുതേണ്ടി വരും. അവർ പറയുന്നത് തന്നെ ആ മലയാളത്തിൽ എന്തെല്ലാം വൃത്തങ്ങൾ ഒരു കവിതയ്ക്ക്, ഒരു സാഹിത്യ സംഗതിക്ക് പറയുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലായിരിക്കും. അത് അവരുടെ കഴിവാണ്. അതേപോലെ വമ്പന്മാരായ കവികളും സാഹിത്യ പടുക്കളും വിചക്ഷണന്മാരും ബുദ്ധിജീവികളും വൈതാളികന്മാരൊക്കെ എവിടെ ഉണ്ടായിരുന്നു? മക്കത്തുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദാണിത് പറഞ്ഞെങ്കിൽ നിങ്ങളിതുപോലത്തെ ഒന്ന് കൊണ്ടുപോവാം. അതാണ് വലീദ് ഇസ്ലാമിൽ വിശ്വസിക്കാൻ പോയി. ഉമയ്യത്ത് ബിൻ അബിസൽത്ത് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കവി ഉണ്ടായിരുന്നു. ഇയാൾക്കിത് കേട്ടിട്ട് ഇയാൾക്കറിയാം മക്കയിലത്തെ കവി ഏറ്റവും വലുത് ഞാനാണെന്ന്. പക്ഷെ മൂപ്പരെക്കാട്ടും വലുതാണ് ഏതിൽ വരുന്നത്? ഖുർആൻ കവിത അല്ല, പക്ഷെ ഖുർആൻ്റെ ഭാഷാ സൗന്ദര്യം, ഖുർആൻ്റെ പ്രാസം. ചില സൂറത്തുകൾ അവസാനിക്കുന്നത് വെറും റായിൽ, വെറും സായിൽ അല്ലേ? ഇങ്ങനെ പറയാനുള്ളൊരു കഴിവ്, ഇത് വലിയൊരു കഴിവാണ്. അപ്പോൾ ഇതിൻ്റെ സാഹിത്യ ഭംഗി സാഹിത്യകാരന്മാർക്ക് അറിയാം. ഇത് കണ്ടാൽ എന്താണ്, ഇത് നമ്മളെ കൊണ്ട് എന്താവില്ല, കഴിയില്ല. ഇത് മുഹമ്മദിനെ കൊണ്ട് കഴിയില്ല. കാരണം 40 വയസ്സ് വരെ ഒരു വർത്തമാനം പറയാത്ത ആളിഞ്ഞ് 41-ാമത്തെ വയസ്സിൽ സാഹിത്യം പഠിച്ചോ? ഇല്ല. പിന്നെ ഇത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഉമയ്യത്ത് ഉറപ്പിച്ചു ഇത് മുഹമ്മദിൻ്റെതല്ല എന്ന് പറഞ്ഞ് നബിൻ്റെ അടുത്തേക്ക് വിശ്വസിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ അങ്ങനെ പോകുമ്പോൾ
ഉമയ്യത്തിൻ്റെ മുന്നിൽ ഖുറൈശികൾ. കാരണം അതെല്ലാവരും പോയി വിശ്വസിച്ചാൽ പിന്നെ ആൾക്കാരൊക്കെ എന്താവും, ഇസ്ലാമിലേക്ക് പോകും. ഖുറൈശികൾ ഓടി ചെന്നിട്ട് ഉമയ്യത്തിൻ്റെ മുമ്പിലും തടഞ്ഞു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഉമയ്യത്ത് എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ മുഹമ്മദിൽ വിശ്വസിക്കാൻ പോവുകയാണ്. കാരണം ഇത് എന്നെക്കൊണ്ടിത് കഴിയുന്നില്ല. മക്കയിൽ നിങ്ങളൊക്കെ ആദരിക്കുന്ന ഒരു കവിയും പണ്ഡിതനൊക്കെയാണ് ഞാൻ, എന്നെക്കൊണ്ട് എന്താവുന്നില്ല, ഇതേ രൂപത്തിൽ പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് സത്യമായിട്ടും മുഹമ്മദിന് വഹി കിട്ടുന്നത് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉമയ്യത്തിനോട് പറഞ്ഞു, ഉമയ്യത്ത്, ഈ മക്കയിലെ വലിയ പ്രതാപവും വലിയ ആഢ്യത്വവും കവിസദസ്സുകളിലെ പണ്ഡിതനുമൊക്കെയായ താങ്കൾ എന്തിനാണ് മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് വില കളയുന്നത്? അല്ലേ, വില കളയലാണ് അവരുടെ ഭാഷയിൽ. അതുകൊണ്ട് താങ്കൾ തിരിച്ചു വരികയാണെങ്കിൽ 100 ഒട്ടകം എവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്? മക്കത്ത് കാബൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര ഒട്ടകം? 100 എണ്ണം. 100 ഒട്ടകം വേണോ? മുഹമ്മദിൻ്റെ അടുത്ത് പോയിട്ട് ദരിദ്രനായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ കൂടെ ജീവിച്ചു മരിക്കണോ എന്ന് തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പൈസ ആഗ്രഹിക്കണവരെന്താവും? യൂട്ടേൺ അടിക്കും. ഉമയ്യത്ത് എന്തായി? ഒട്ടകത്തെ തിരിച്ച്. മൂപ്പർക്ക് എന്ത് വേണം? ഈ ഒട്ടകം മാത്രം പോരാ, 100 ഒട്ടകം മക്കത്തുണ്ട്. അന്നൊക്കെ പറഞ്ഞ ഒട്ടകമാണ്. ഇപ്പോൾ ഒരാൾക്ക് 100 മെർസിഡസ് കാർസ് കൊടുക്കാന്നൊക്കെ പറഞ്ഞവരാണ് അന്ന് ഒട്ടകം. തിരിച്ച് ഈ ഒട്ടകത്തെ കാണാൻ വേണ്ടി ഉമയ്യത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒട്ടകപ്പുറത്തുനിന്ന് എന്തായി? അതുകൊണ്ട് വീണ് മരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ വലീദ് വിശ്വസിക്കാൻ പോയി. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫക്കറ വ ഖദ്ദറ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു. അയാൾ ആലോചിച്ചു, കണക്കാക്കി. പക്ഷേ ഖുറൈശികളൊക്കെ പാടെ പോയി തടഞ്ഞപ്പോൾ എന്തായി? പിന്തിരി. ഈ ഖുർആൻ വായിച്ചിട്ട് ഖുർആനെ അഹങ്കാരത്തോടു കൂടിയല്ലാതെ ഖുർആൻ ഒരാൾക്ക് എന്താൻ കഴിയില്ല, നിഷേധിക്കാൻ കഴിയും. അപ്പോൾ ലോകത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇസ്ലാമിനോട് എല്ലാവർക്കും ദേഷ്യം അല്ലേ? മുസ്ലിങ്ങൾക്ക് പരസ്പരം ദേഷ്യമാണ്. ഇവൻ അവനോട് ദേഷ്യം, അവൻ ഇവനോട് ദേഷ്യം, അത് വേറെ. ഇസ്ലാമിനോട് മൊത്തത്തിൽ എല്ലാ കക്ഷികൾക്കും എന്താണ്? ദേഷ്യമാണ്. ജൂതന്മാർക്ക് ദേഷ്യമാണ്, ഹിന്ദുക്കൾക്ക് ഫാസിക്ക് ദേഷ്യമാണ്, ക്രൈസ്തവർക്ക് ദേഷ്യമാണ്. ആശയപരമായിട്ട് അല്ലാത്ത നിലക്കില്ല വേറെ ഉണ്ട്, അങ്ങനെ തന്നെ ദേഷ്യമാണ്. ലോകത്ത് അറബി പഠിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട് അല്ലേ? അറബി സംസാരിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്. ഈജിപ്തിലുണ്ട്, സിറിയയിലുണ്ട്, ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്, ഫലസ്തീനിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ലോകത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ, ഓക്സ്ഫോർഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഹാർവേഡ് ആയിക്കോട്ടെ, അവിടെയൊക്കെ അറബിക് ചെയറുകളുണ്ട്. ഇതിന് അറബിക് ചെയർ ഉണ്ടാക്കിയത് അറബി പഠിപ്പിക്കാനുള്ള സന്തോഷത്തിനല്ല, ഇസ്ലാമിനെ എങ്ങനെ മോശമാക്കാം എന്നുള്ളതിന് ഒരു ഇസ്ലാമിക് ചെയറുണ്ട്. അവിടെ ഇസ്ലാമിനെ പറ്റി എന്തെല്ലാം വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ച ആൾക്കാർ ഇരിക്കുകയാണ്. അവർക്കാണ് ഈ ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറയുക. ഓറിയൻ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഓറിയൻ്റൽ സ്കൂൾ പഠിച്ചവരെന്നല്ല, ഓറിയൻ്റൽ സ്കൂൾ ഇടവണ്ണി അരീക്കോടൊക്കെ ഉണ്ട്, അവിടെ പഠിച്ചവരെന്നല്ല പറയുക. ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറബി പഠിച്ചിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ വരുന്ന ആൾക്കാർക്കാണ് എന്ത് പറയാം? ഓറിയൻ്റലിസ്റ്റ്. അപ്പോൾ അവർക്കൊക്കെ പാടെ എത്ര കാലം ഇരുന്ന് ആലോചിച്ചിട്ടും മുസ്ലിങ്ങളെ കൊന്നൊടുക്കണമൊക്കെ ഉണ്ട്, മുസ്ലിങ്ങൾ അങ്ങനെ മരിക്കണമുണ്ട്, അങ്ങനെ പ്രസവിക്കണമുണ്ട് അല്ലേ? പക്ഷേ ഇതേപോലെ ഖുർആനെ വെല്ലുവിളിച്ചിട്ട് ഖുർആൻ്റെ ഏതെങ്കിലും ഒരു ആശയം ഉയർത്തിക്കാട്ടിയിട്ട് ഈ ആശയം മനുഷ്യന്മാർ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സത്യത്തിനെതിരാണെന്ന് പറയാൻ ഒരു ശത്രുവിനും എന്തായിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഖുർആനിൻ്റെ ഇന്നൊരായത്തെടുത്തിട്ട് ഇത് ഭാഷയിൽ, അറബി ഭാഷയിൽ ഇത്ര കാലം ഉപയോഗിക്കാത്തൊരു വാചകമാണ്, അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ഗ്രാമർ അത് അവിടെ യോജിക്കാത്തതാണ് എന്നൊന്നും പറയാൻ ഒരു വലിയേട്ടനും എന്തായിട്ടില്ല, എത്ര കാലം കഴിഞ്ഞിട്ടില്ല, ഇനിയേറ്റം കഴിയില്ല. അതാണ് ഖുർആൻ്റെ വെല്ലുവിളി. അത് 3 പ്രാവശ്യം മക്കത്തുനിന്ന് വെല്ലുവിളിച്ചു അല്ലേ? ഇസ്രായേലും ഹൂദിലും യൂനസിലും 3 പ്രാവശ്യം. മദീനത്ത് വന്നപ്പോൾ മുനാഫിക്കീങ്ങളും ഇങ്ങനെ മോട്ടെടുക്കുക. മുനാഫിക്കീങ്ങളോടും പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ കൊണ്ടുപോവാ, വഇൻ കുന്തും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ ഇറക്കപ്പെട്ടതിൽ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി, അതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുപോവാ. വദ്ഉ ശുഹദാഅക്കും, നിങ്ങൾ സാക്ഷികളെ വിളിച്ചോ, സഹായികളെ വിളിച്ചോ, മിന്ദൂനില്ല, ആരല്ലാതെ, അല്ലാത്തവരെ വിളിച്ചോ, ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോൾ ഖുർആന് ഇനി നിങ്ങളെ സൃഷ്ടിച്ചതിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നതെങ്കിൽ ഈ ഖുർആൻ്റെ വായിച്ചോ. ഇപ്പം മോറിസ് ബുക്കായി എന്നൊക്കെ പറയുന്ന എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രജ്ഞൻ, അവർ ഖുർആൻ പഠിക്കുന്നത്, ജൂതനാണ് അയാൾ, അദ്ദേഹം ഖുർആൻ പഠിക്കുന്നത് ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ്, ഖുർആനെ എതിർക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഖുർആൻ മനുഷ്യൻ്റെ ഗർഭാവസ്ഥയിലുള്ള മനുഷ്യൻ്റെ അവസ്ഥ പറയുന്നുണ്ട് അല്ലേ? സൂറത്ത് ഹജ്ജിനും പല സൂറത്തുകളുമായിട്ട് പറയുന്നുണ്ട്. അതിങ്ങനെ പഠിച്ചു വെക്കുമ്പോൾ ഇയാളൊരു ഭ്രൂണശാസ്ത്രജ്ഞനാണ്. അയാൾ പഠിച്ച അതേ സംഗതിയാണ് ഇതിൽ പറയണത്, ഖുർആൻ പറഞ്ഞത്. അതിപ്പോൾ ഒരു ബുക്കിൽ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം. 7-ാം നൂറ്റാണ്ടിൽ പറഞ്ഞൊരു ബുക്കിലോ എങ്ങനെ പറയാനാണ്? സ്കാനിങ് ഇല്ല, ഇതിൻ്റെ ഉള്ളിൽ എന്താ നടക്കണമെന്ന് ആർക്കും അറിയില്ല. അങ്ങനത്തെ ഒരു കാലത്ത് പറയുന്നത് അയാൾ ഉടനെ വിശ്വാസിയാകുകയാണ്. അങ്ങനെ ഖുർആനെ എതിർക്കാൻ പഠിച്ച ശാസ്ത്രജ്ഞനായാലും പണ്ഡിതനായാലും ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്, ഖുർആൻ എന്ന് പറയുന്നത് ഒരു സാഗരമാണ്, ഒരു കടലാണ്, അല്ലെങ്കിൽ കടലിനെക്കാട്ടി അപ്പുറമാണ്. അവിടേക്ക് ആര് പോയാലും അവർക്ക് എന്തെങ്കിലും കിട്ടും. ഇപ്പോൾ ഒരു കടലിലേക്ക് ഒരുത്തൻ ചൂണ്ടലിടാൻ പോയി, അപ്പോൾ എന്തേ കിട്ടുള്ളൂ? ചെറിയ മീൻ അല്ലേ? നമുക്ക് 5 റിയാലിനൊക്കെ കിലോ കിട്ടുന്ന സാധനത്തിനാണ് ഈ 1 മണിക്കൂർ ആൾക്കാർ എന്നിട്ട് ചൂണ്ടിടുന്ന കുറേ ആൾക്കാരുണ്ട്, അതിൻ്റെ ഒരു ഹരായിട്ട് ഓനെ കിട്ടും. ഇനി ഒരുത്തൻ തോണിയായിട്ട് പോയാലോ? കടലിൽ നിന്ന് തോണിക്കില്ല കിട്ടും. ഒരുത്തൻ ബോട്ടുമായിട്ടാണ് പോയത്, ഓന് ബോട്ടിനില്ല കിട്ടും. ഒരുത്തൻ കപ്പലുമായിട്ട് 1 മാസത്തെ ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് മണ്ണെണ്ണൊക്കെ ഡീസലൊക്കെ അടിച്ചിട്ടാണ് ഒരുത്തൻ പോയത്. അപ്പോൾ വലിയ അയക്കുറൊക്കെ കിട്ടണമെങ്കിൽ അവനെ കിട്ടുള്ളൂ അല്ലേ? അല്ലാതെ ഇവിടെ നിന്ന് ചൂണ്ടലിട്ടവൻ എപ്പോഴെങ്കിലും ഒരു അയക്കുറ കിട്ടാന്നല്ലാതെ കിട്ടൂല. അതാണ് ഖുർആൻ. ബുദ്ധി കുറഞ്ഞവന് പോയാൽ എന്ത് കിട്ടും? അവനില്ല ഉണ്ട്. ഇനി കുറച്ച് വലിയ ബുദ്ധിജീവിക്ക് പോയാൽ അതിനുണ്ട്, അതിൻ്റെ മീഡിയത്തിന് പോയാൽ അവർക്കുണ്ട്. എല്ലാവർക്കും ഖുർആൻ പാകമാണ് അല്ലേ? ഇപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിജീവികൾ വായിച്ചിട്ടേ ഇതൊന്നും ഇപ്പം എൻ്റെ ബുദ്ധിക്ക് പറ്റിയതല്ല, അവർ മാറ്റി വെക്കും അല്ലേ? അന്നിപ്പോൾ നമ്മളെ വായനാ നിലവാരത്തിന് അങ്ങനെ ഖുർആൻ അങ്ങനെയല്ല, എല്ലാവരുടെയും വായനാ നിലവാരത്തിന് പറ്റിയത്. ഒരു സാധാരണക്കാരനത് വായിച്ചാൽ അവനർത്ഥം ഒന്നും അറിയില്ലെങ്കിലും അവന് അതിൻ്റെ ഒരു കൂലിയുണ്ട്. ഓരോ അക്ഷരത്തിന് എന്തുണ്ട്? 10. അതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ പ്രത്യേകത. അതേപോലെ ഇങ്ങനെ വെല്ലുവിളിച്ചൊരു ഗ്രന്ഥം നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിങ്ങൾക്ക് ഒരു ഡോക്ടർ മൂസ എന്ന് പറഞ്ഞൊരാൾ പണ്ട് കേരളത്തിൽ വന്നിരുന്നു, ഒരു UK-കാരൻ. അദ്ദേഹം പറഞ്ഞൊരു വാചകം, നല്ല പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട്, പക്ഷേ സെയിൽസ്മാൻമാരില്ല. പ്രൊഡക്റ്റ് നല്ല ഉണ്ടായിട്ട് ഷോക്കേസിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇത് മെയിനായിട്ട് സെയിൽസ്മാൻമാരാണ് ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അവർ പോയി പറയണം. നമ്മളൊരു കടയിൽ ചെന്നിട്ട് ആരും നമ്മളെ മെയിൻ ചെയ്തില്ലെങ്കിൽ അപ്പം തന്നെ നമ്മളിറങ്ങും. ഒരുത്തം എന്താണ് അങ്ങോട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് പൊങ്ങും, പിന്നെ അവൻ പറഞ്ഞ് വാങ്ങിയിട്ട് നമ്മളോട് പോരും. അതാ നമ്മളെ ക്യാൻവാസിങ് ആണ്, അത് സെയിൽസ്മാൻ്റെ കഴിവാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ സെയിൽസ്മാൻമാരെന്തില്ല, ആരും മുണ്ടണില്ല. ഖുർആൻ പഠിക്ക്, ഖുർആൻ ക്ലാസ്സിന് വാ, അല്ലിപ്പോൾ നിങ്ങൾക്ക് അറിയണ കുറേ ആൾക്കാരുണ്ട്, ഓരോ ഇജ്ജും കൂടിയും വാ എന്നൊന്നും പറഞ്ഞിട്ട് വിളിക്കാനോ ക്ഷണിക്കാനോ ഒന്നും നമ്മൾ തയ്യാറില്ല. അതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. നമ്മളെ സെയിൽസ്മാൻമാർ കുറവാണ്, മോശമാണ്, പക്ഷെ പ്രൊഡക്റ്റ് എന്താണ്? നല്ലതാണ്. അതാ വിശുദ്ധ ഖുർആൻ്റെ ഈ വെല്ലുവിളി ഇന്നും എല്ലാ കാലത്തും നിലനിൽക്കുകയാണ്. അപ്പോൾ അടുത്തത്, ഫഇല്ലം തഫഅലു വലം തഫഅലു ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ ഫഇല്ലം തഫഅലു വലൻ തഫഅലു ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതീ വഖൂദു, എങ്ങനെയാണ്? വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ. എന്നിട്ട് നിങ്ങളത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യുകയില്ല തന്നെ. എന്നാൽ നിങ്ങൾ യാതൊരു നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം, അതിൽ കത്തിക്കപ്പെടുന്നതും അതിൻ്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാകുന്നു. അത് അവിശ്വാസികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറയും, ഇനിയിപ്പോൾ നിങ്ങൾ സൂറത്ത് കൊണ്ടുവരാൻ നിങ്ങളൊക്കെ പാടൊരു മീറ്റിംഗ് സഹായികളൊക്കെ കൂടിയാലും ഫഇല്ലം തഫ്അലു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. ഒന്നും കൂടി പറയാൻ, വലൻ തഫ്അലു, ഇപ്പം ചെയ്യാൻ കഴിയില്ല എന്നാണോ?
ലമ്മും ലന്നും വ്യത്യാസമുണ്ട്. ലമ്മ് എന്ന് പറഞ്ഞിട്ടൊരു വാചകം പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഇപ്പം ചെയ്യൂല എന്നുള്ളൂ. ലം അദ്ഹബ്, ഞാൻ പോയിട്ടില്ല. ലെൻ അത് പറഞ്ഞാലോ, ലെൻ അദ്ഹബ് പറഞ്ഞാലോ ഒരിക്കലും പോയിട്ടില്ല, പോകുക തന്നെയല്ല. അതിനാണ് ലമ്മും ലന്നും. ആ ഖുർആൻ രണ്ടും ഉപയോഗിക്കുകയാണ്. നിങ്ങളിപ്പോൾ ചെയ്യൂല എന്നല്ല, വലൻ തഫ്അലു, നിങ്ങൾക്ക് ഒരിക്കലും എന്താവില്ല. എന്താ വർത്താനം? നിങ്ങളൊരു ബുക്ക് എഴുതിയിട്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? എനിക്ക് ശേഷം എത്ര മനുഷ്യന്മാർ വരാണ്ട് അല്ലേ? ഇപ്പം ലോകത്ത് സാഹിത്യകാരന്മാർ ഇഷ്ടംപോലെ വന്നു അല്ലേ? ഇംഗ്ലീഷിലുണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അവരേതെങ്കിലും ബുക്കിൽ എഴുതിയോ? ഞാനിവിടെ ഒരു ബുക്ക്, ഒരു കവിത എഴുതിയാണ്. ഇതുപോലൊരു കവിത എഴുതാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നല്ല, ഇനി എനിക്ക് ശേഷം വരുന്നവർക്ക് കഴിയില്ല എന്ന് ആരെങ്കിലും എഴുതാൻ ധൈര്യം ഉണ്ടോ? ഇല്ല, ഓനറിയില്ല, ഓനെക്കാട്ടും കഴിവില്ലവർ വരുന്നു അല്ലേ? അപ്പോൾ പക്ഷെ ഖുർആൻ അള്ളാഹുവിന് മാത്രമേ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. അപ്പം ലെൻ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചോളിയും. അറബികളൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ ലെൻ അഴുത്താന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ട. ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താവില്ല. നമുക്ക് പിന്നെ ലമ്മു ലെന്നൊക്കെ അറിയാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അതാണ് നല്ലത്. ഇപ്പം ലെന്ന് പറഞ്ഞ് കഴിച്ച് ചോദിക്കാതിരിക്കേണ്ടത്. ലെന്ന് പറഞ്ഞ് സാധാരണ പറഞ്ഞാൽ അറബി അറിയുന്നവനാണെങ്കിൽ പിന്നെ അവിടെ നിൽക്കൂല കേട്ടാ, പിന്നെ ഓന് കൈട്ട് തേച്ചിലാക്കും. അപ്പോൾ ഖുർആൻ പറയണം ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കതിന് കഴിയില്ല. വലൻ തഫ്അലു, ഇനിയോ ഒരിക്കലും എന്താവില്ല കഴിയില്ല. എന്താണ് ഇപ്പോൾ വെല്ലുവിളി എന്ന് ആലോചിക്കുക. ഒരു ബുക്ക് നമ്മൾ എഴുതിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? ഇല്ല. ലോകം തന്നെ ആലോചിച്ച് നോക്കാം. നമ്മളെന്തെല്ലാം, ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ സെക്രട്ടറി ആകുമ്പോൾ തുടങ്ങണ ടൈപ്പ് റൈറ്ററിലാണ് അല്ലേ? നാട്ടിൽ ഇങ്ങനെ പിടിച്ച് കുത്തിയാലേ ഒരു എ പോകുള്ളൂ. ഇവിടെ ആ ഒരു എ അടിച്ചാൽ ഇലക്ട്രോണിക്കിൽ അടിച്ചാൽ 10 എ ഒന്നിച്ച് വരും. കാരണം ഇവിടെ ഇലക്ട്രോണിക് ആയിരുന്നു, അവിടെ എന്തായിരുന്നു മാനുവലായിരുന്നു. അത് പിന്നെ കൈയൊക്കെ കുടുങ്ങിയിട്ട് സാറെ വിളിക്കല, സാർ ഇത് കൈ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ്. അതേ സ്പീഡിൽ വന്നിട്ട് നമ്മൾ ഹയറും ലോവറൊക്കെ പഠിച്ച് ഇവിടെ എ അടിച്ചാൽ 10-15 എ ഒന്നിച്ച് വരും. എൻ്റെ ശമ്പളം 100 രൂപ ഒന്നിച്ച് ഒപ്പം കട്ട് ചെയ്ത് എന്നുള്ള അറബി. ഇജ്ജ് എത്രയാണ് അടിക്കുന്നത്? തമാശ അറിയല്ല ചെയ്തത്. അറബി ഇങ്ങനെ പിന്നിൽ വന്ന് നിൽക്കുകയാണ്. നമ്മൾ അവിടുത്തെ ആവേശത്തിലുണ്ട് എ അടിച്ചതാണ്, ട്രെന്നിട്ട് ഒരു 10-12 എ. അപ്പം ഇതേപോലെ ആ ടൈപ്പ് റൈറ്റർ ഇന്ന് ലോകത്തേ ഇല്ല അല്ലേ? പണ്ട് മറ്റൊരു സാധനം ഉണ്ടായിരുന്നു, ടിക്കുന്ന ടെലിഗ്രാം അല്ലേ? ഇതൊന്നും കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ അപ്പുറം ഒന്നും കണ്ടുപിടിക്കില്ല എന്ന് പറയാൻ കഴിഞ്ഞിരിക്കണോ? ഇല്ല. പണ്ടൊരുത്തങ്ങനെ ഓഫീസ് ബോയ് നാട്ടിൽ ആദ്യം വന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ തുടച്ചപ്പോൾ ഇതിങ്ങനെ അടിക്കാൻ തുടങ്ങി. കെട്ടാന്നിട്ട് ഒരു ടിക്കുന്നുണ്ട്, അത് അടിക്കുക. അപ്പോൾ ചിപ്പനിട്ടും തൊട്ടിട്ടൊരു അടിച്ചാണോ? ടെലിഗ്രാം വരുമ്പോൾ തൊടൊന്നും വേണ്ട, അതെന്താ ഓട്ടോമാറ്റിക്കലി എന്താണ് അടിയലാണ്. ഇപ്പം ചിപ്പനിട്ടായിട്ട് അറിയാതെ തൊട്ടോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓന് ബേജാറായി. അവസാനം ഓൻ അതിൻ്റെ പ്ലഗ് കണ്ട് ഊരിട്ട് ഞാൻ തൊട്ടിട്ട് അടിക്കണ്ടേ. അപ്പോൾ ഈ രൂപത്തിൽ നമുക്കറിയുന്ന പല വസ്തുക്കളും പിന്നെ കുറേ കാലം പേജർ കുത്തി നടന്നു അല്ലേ? ആ പേജറൊക്കെ ഇങ്ങനെ കുത്തിയോനെ കണ്ടല്ലോ, എന്തായിരുന്നു അവൻ്റെയൊക്കെ നില, ഭയങ്കര നിലയായിരുന്നു. പേജറൊക്കെ പുറത്തേ കുത്തുള്ളൂ, ഉള്ളിൽ വെക്കാനുള്ള സാധനം ഉള്ളത്, എന്നാലും പുറത്തിങ്ങനെ ഒഴിച്ചിട്ട് നല്ലത്. അത് ഭയങ്കര നിലയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എത്ര പോകുന്ന വലിപ്പല്ലൊരു ഫോൺ ഇറങ്ങി അല്ലേ? അതും ഭയങ്കരമായിട്ട് വെച്ചുകൊണ്ട് അങ്ങനെ കാലം മാറി ഓരോ ദിവസം എന്താകാണ് പറയാൻ, അവർക്കൊന്നും പറയാൻ കഴിയില്ല. ഇതിലപ്പുറം ഒന്നും കൊണ്ടുവരാൻ എന്താവില്ല. അവരെന്നെ പറയുന്നത് 6 ഇറങ്ങിയിട്ടുള്ളൂ, ഇനി 7 വരെ ഇരിക്കണുള്ളൂ അല്ലേ? അപ്പോൾ ഇനി 8ഉം 10ഒക്കെ വാങ്ങാൻ നമ്മളിങ്ങനെ കാത്തിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ഇതുപോലത്തൊന്നും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല. വലൻ തഫ്അലു, ഇപ്പോഴെന്നല്ല ഇനി ഒരിക്കലും എന്താവില്ല. സുബ്ഹാനല്ലാഹ്, അതാണ് അതിൻ്റെ മഹത്വം കേട്ടോ. അങ്ങനെ പറയാനൊരു ഗ്രന്ഥം ലോകത്ത് അള്ളാഹുവിൻ്റെ ഖുർആനല്ലാതെ ഒരു ഗ്രന്ഥമല്ല. ബൈബിള് വായിച്ചാൽ ബൈബിള് വായിക്കണത് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതേപോലെ തന്നെ ഹൈന്ദവ വേദങ്ങൾ, ആ കഥയൊക്കെ നമുക്കും ഇരുന്ന് എഴുതിണ്ടാക്കാം. കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി, കുറേ ആൾക്കാർ ഇങ്ങോട്ട് പോയി എന്നിട്ട്. അപ്പോൾ ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ ഫത്തഖുന്നാറ, എന്നിട്ട് ഖുർആൻ പറയാണ് ഇത് നിങ്ങളോട് ഖുർആൻ കൊണ്ടുവരാൻ പറഞ്ഞു, 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു, അല്ല 10 ആയത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അഷറ സുവർ 10 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അല്ലേ? എന്നാൽ 1 സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്യറ്റുമല്ല, നിങ്ങളതിലേറ്റം വിശ്വസിക്കില്ല എങ്കിൽ ഫത്തഖുന്നാറ, നിങ്ങളെന്ത് സൂക്ഷിച്ചോ?
ഒന്നിനെ നിങ്ങളിതിൽ വിശ്വസിക്കുക. ആദ്യം ആകാശം പടച്ചു പറഞ്ഞു, നിങ്ങളെ പടച്ചു, നിങ്ങൾക്ക് മുമ്പിലുള്ളവരെ പടച്ചു, ആകാശം പടച്ചു, അതേപോലെ തന്നെ അവിടെ സംവിധാനങ്ങൾ ഉണ്ടാക്കി, മഴ വർഷിപ്പിച്ചു, ഫലങ്ങൾ തന്നു. ഇതൊക്കെ തന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല. ഇന്ന് അഞ്ഞിതാ വെല്ലുവിളിക്കുന്നത്. ഞാൻ മുഹമ്മദിന് ഇറക്കിയ സല്ലല്ലാഹു അലൈഹി വസല്ലമനൊക്കെ ഇറക്കിയ ഖുർആനെ പോലെ ഒരു ഖുർആൻ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അതിലുള്ളത് പോലെ 10 സൂറത്ത് കൊണ്ടുവരിക. അതും വേണ്ട, അതിലുള്ളത് പോലെ ഒരു സൂറത്തെങ്കിലും, സൂറത്തുൽ കൗസർ പോലത്തെ ഒരു സൂറത്തെങ്കിലും. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിട്ടും അഹങ്കാരം നടിച്ചിട്ട് ഖുർആൻ എന്താണ് എന്ന് പറഞ്ഞിട്ട് അതിനെ കത്തിക്കാനും അതിനെ അവഹേളിക്കാനുമാണ് നിങ്ങളെ ശ്രമമെങ്കിൽ ഫത്തഖുന്നാറ, നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്ത് നരകം. അത് നമ്മളും ചെയ്യണ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വെറുതെ പിടിച്ച് ശിക്ഷിക്കല്ല. അള്ളാഹ് മനുഷ്യന്മാരോട് പറഞ്ഞിരിക്കണ്, നിങ്ങൾക്ക് അതിന് കഴിയില്ല, നിങ്ങളിതിൽ വിശ്വസിച്ചോ. എന്നിട്ടും ചെയ്യാത്തവനോടാണ് റബ്ബ് പറയുന്നത് ഫത്തഖുന്നാറ, നരകത്തെ സൂക്ഷിച്ചോ. ആ നരകമെന്ന് പറയുന്നത് വഖൂദുഹ, അതിൻ്റെ വിറക് എന്ന് പറയുന്നത് അന്നാസു, മനുഷ്യന്മാരും, വൽ ഹിജാറ, എന്താണ്, കല്ല്. നരകത്തിന് വേറെ വിറകൊന്നും കൊണ്ടുവരല്ല, പുളിൻ്റെ വിറകൊന്നും കൊണ്ടുവരല്ല, ഈ മനുഷ്യൻ തന്നെയാണ് വിറക്. ല അംല അന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി, മനുഷ്യന്മാരെയും ജിന്നികൾ ഇട്ടിട്ട് തന്നെയാണ് അത് കത്തിക്കുക. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വൽ ഹിജാറ, ഒരു തരം കല്ലുകളാണ്. ഹിജാറ എന്ന് ഇവിടെ പറയാൻ കാരണം വേറൊരു നിലക്ക് മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നത് മനുഷ്യന്മാർ ആരാധിക്കുന്ന ദൈവങ്ങൾ എന്താണ്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ ദൈവത്തെ കൊണ്ടിട്ട് ഈ കല്ലുകളൊക്കെ പിടിച്ചിട്ട് എന്താവും, അല്ലെന്താവും, അവരെ അപമതിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിച്ചിരുന്ന, നിങ്ങൾ സഹായം തേടിയിരുന്ന, നിങ്ങൾ കുട്ടികളെ ചോദിച്ചിരുന്ന, നിങ്ങൾ രോഗം ശമിക്കാൻ പ്രാർത്ഥിച്ചിരുന്ന കല്ലുകൾ ഇതാ നരകത്ത് കിടന്ന് കത്തണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നരകത്തിൽ എന്തുണ്ടാക്കിയത്, വറകായിട്ട് എന്തിനുപയോഗിക്കുന്നത്, കല്ലുകൾ ഉപയോഗിക്കുന്നത് എന്നും ചില മുഫസ്സിറുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വിറക് ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങളും മനുഷ്യന്മാരും ഇസ്ലാം കല്ലുകളുമാണ്. ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ലിൽ കാഫിരീൻ. ഏത് ഉഇദ്ദത്ത് പറഞ്ഞാൽ അദ്ദാർന പ്രിപ്പയർഡ് എന്നാണ്, തയ്യാറാക്കിയിട്ടുണ്ട്, തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്. അപ്പോൾ സ്വർഗവും നരകമൊക്കെ അല്ല ഇപ്പം തന്നെ പഠിച്ചു വെച്ചിക്കണോ? എന്താ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം? നമ്മളെന്താ വിശ്വസിക്കണ്ടേ? പഠിച്ച് വെച്ചിക്കണ്. അപ്പം നിങ്ങളൊക്കെ അഹ്ലുസുന്നത്തിൻ്റെ ആൾക്കാരാണ്, മാഷാ അല്ലാ. പഠിച്ച് വെച്ചിക്കണെന്നാണ് ഉഇദ്ദത്ത്, പ്രിപ്പയർഡ് എന്നാണ്. അല്ല എന്തായിട്ടുണ്ട്, മുഅ്തസിലിയ എന്നിട്ടൊരു കക്ഷി ഉണ്ടായിരുന്നു ഇസ്ലാമിക ലോകത്ത്, കുറേ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കാര്യങ്ങൾ. അവരേൽ ഇതിഞ്ഞ് പടക്കാൻ പോകണുള്ളൂ ഓലെ വിശ്വാസം അനുസരിച്ച്. നമ്മളെ വിശ്വാസം എന്താ, പഠിച്ച് റെഡിയാണ് അല്ലേ. സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴും അള്ളാഹു പലയിടത്തായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അതെന്തായിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സ്വർഗത്തെ പറ്റി പറഞ്ഞു, സ്വർഗം തയ്യാറാക്കിയിട്ടുണ്ട് ആർക്ക്, മുത്തഖികൾക്ക്. ഉഇദ്ദത്ത് ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പല ആയത്തുകളിലും ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون
വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. നബിയെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സന്തോഷമറിയിക്കുകയും ചെയ്യുക. അടിഭാഗത്തിലൂടെ നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ സ്വർഗങ്ങൾ അവർക്കുണ്ടെന്ന്, അതിൽ നിന്ന് അവർക്ക് ഏതൊരു ഫലവും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം അവർ പറയും, ഇത് മുമ്പ് നമുക്ക് നൽകപ്പെട്ടതാണ് എന്ന്. അതിന് അവർക്ക് പരസ്പര സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അതിൽ പരിശുദ്ധമാക്കപ്പെട്ട ഇണകളുണ്ടായിരിക്കും. അവർ അവിടത്തിൽ നിത്യവാസികളുമാകുന്നു. വബശ്ശിർ, റസൂലുള്ളാഹിനോട് പറയാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിക്കുക. ഈ അള്ളാഹുവിനെ സൃഷ്ടാവായി അംഗീകരിച്ച, അള്ളാഹുവിന് യാതൊരു സഹായികളെയും ഉണ്ടാക്കാതെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്ന സത്യവിശ്വാസികൾക്ക് ബശ്ശിർ, എന്താണ്? സന്തോഷവാർത്ത അറിയിക്കുക. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. വിശ്വസിച്ചാൽ മാത്രം മതിയോ? വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിച്ച് ക്ലാസ് കേട്ടോനും നിസ്കരിക്കൂല, പറഞ്ഞോരും നിസ്കരിക്കൂല, അല്ല, ആ ഈമാനും വേണം, അമലുസ്സാലിഹാത്തും വേണം, അല്ലേ? നമ്മളത് ചെയ്യും വേണം. അങ്ങനെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അന്നലഹും, അവർക്കുണ്ട്, ജന്നാത്തിൻ, എന്തുണ്ട്? തോട്ടങ്ങളുണ്ട്. തജ്രി, ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഫല നിബിഡമായ, വൃക്ഷനിബിഡമായ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തിനാണ് എന്ത് പറയാ? ജന്നത്ത്, കേട്ടോ. അപ്പോൾ അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിൻ്റെ തജ്രി ഒഴുകുന്നു. മിൻ തഹ്തിഹാ, അതിൻ്റെ താഴ്വാരത്തിലൂടെ, അൽ അൻഹാർ, നെഹ്റിൻ്റെ ജമ്മാണെന്ത്? അൻഹാർ, അരുവികൾ ഒഴുകുന്നു. എന്നിട്ടോ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിർ റിസ്ഖാ, കുല്ലമാ, എപ്പോഴൊക്കെ, റുസിഖു, അവർക്ക് ഭക്ഷണം നൽകപ്പെടുമ്പോഴൊക്കെ, മിൻ സമറത്തിൻ, ഫലങ്ങൾ, റിസ്ഖ, എങ്ങനെ? ആഹാരമായിട്ട് അവർക്ക് ഫലങ്ങൾ നൽകപ്പെടുമ്പോഴൊക്കെ, അവർക്ക്, ആർക്ക്? സ്വർഗവാസികൾക്ക്, അല്ലേ? കുല്ലമാ, എപ്പോഴൊക്കെ, റുസിഖു, അവർക്ക് നൽകപ്പെടുമ്പോഴൊക്കെ, മിൻഹ, എവിടുന്ന്? സ്വർഗത്തുനിന്ന്. മിൻ സമറ, എന്താ കൊടുക്കണേ? ഫലങ്ങൾ. എന്തായിട്ടാണ് കൊടുക്കുന്നത്? റിസ്ഖൻ, ഭക്ഷണമായിട്ട് അവർക്ക് ഫലങ്ങൾ കൊടുക്കുമ്പോഴൊക്കെ, കാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഹാദല്ലദീ, ഇപ്പം തന്നിട്ടുണ്ടല്ലോ, റുസിഖ്നാ മിൻ ഖബൽ, നമുക്ക് എന്തായതാണ്? മുമ്പ് കിട്ടിയതാണല്ലോ, മുമ്പ് കിട്ടി. എന്തോ ചോദിക്കാമല്ലോ, സ്വർഗത്തിലെത്തിയതല്ലേ, അല്ലേ? ഇവിടെ തന്നെ സമ്മതിക്കാത്ത ആൾക്കാരാ. മെസ്സിൽ ഒരേ നേരം 2 ഭക്ഷണം ഉണ്ടായാൽ ഒരേ പ്രശ്നമാണ്, 2 നേരം ഒരേ ഭക്ഷണം ആയാലും പ്രശ്നം. അപ്പോൾ സ്വർഗത്തിൽ സത്യവിശ്വാസികൾ, അവർക്ക് ഫലങ്ങൾ നൽകപ്പെടുമ്പോഴൊക്കെ, കാലു, അവർ ചോദിക്കും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് മുമ്പ് നൽകപ്പെട്ടതാണ്. അതുകൊണ്ട് വഅ്തൂ ബിഹി മുതശാബിഹാ, അതിനവർക്ക് പരസ്പരം സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ഫലങ്ങളുടെ പേരും, നമ്മളിവിടെ ഫലങ്ങൾ പറയില്ല, മാങ്ങ, അല്ലേ? എന്തൊക്കെ ഫലങ്ങൾ? ആപ്പിള്, ഓറഞ്ച് എന്നൊക്കെ പറയുന്നത്, ഇത് പേരൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. പേരൊക്കെ, അപ്പം നമ്മൾ ഓറഞ്ച് കാണുമ്പോൾ എന്തേ, ഇവിടെ ഓറഞ്ച്, ഇവിടെ എന്തേ മാങ്ങ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലൈസ ഫിദ്ദുന്യ മിമ്മാ ഫിൽ ജന്നത്തി ഇല്ലൽ അസ്മാ, സ്വർഗത്തിലുള്ള വസ്തുക്കളിൽ നിന്ന് പേരുകളല്ലാതെ ഇഹലോകത്തിലില്ല. പേരൊന്നു തന്നെ ആയിരിക്കും, പക്ഷെ ടേസ്റ്റിൽ എന്തുണ്ടാവും? വിചാരിക്കാത്ത ടേസ്റ്റ് ആയിരിക്കും.
നമ്മളിവിടുന്ന് ഓറഞ്ച് വാങ്ങിയ വീട്ടിൽ കൊണ്ടുപോയി പൊളിച്ചു നോക്കി തൊള്ളേ വെച്ചാലേ സമാധാനമുള്ളൂ അല്ലേ? സ്വർഗത്തിൽ അങ്ങനെ ഒരു സമാധാനപ്പെടും വേണ്ട. തൊള്ളേക്ക് ധൈര്യമായിട്ട് എന്താകാ വെക്ക. 5 രൂപയിൽ പോയോ പോയില്ലേ, ഓ അൽഹംദുലില്ലാ പുളിയില്ല അല്ലെങ്കിൽ പുളി കുറവുണ്ട്. അതാണ് തൊള്ളേ വെക്കുമ്പോഴേ നമ്മളെ പൈസ കൊണ്ട് മുതലാവുള്ളൂ. അവിടുത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷെ കണ്ടാൽ തന്നെ കയറാം ഓറഞ്ചും മാങ്ങയും എടാ. ദുനിയാവിലുള്ള വസ്തുക്കളുടെ പേരുകളല്ലാതെ എവിടെയില്ല സ്വർഗത്തിൽ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് ഉത്തൊക്കെ അവിടുന്ന് കണ്ടതല്ലേ, റുസുഖിനാമിൻ ഖബൽ, ഇതിന് മുമ്പ് എന്തായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിനെ സാദൃശ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് എല്ലാം ഇങ്ങനെ ഒന്നായിട്ട് എന്താകാണ് തോന്നുകയാണ്. പേര് കൊണ്ട് മാത്രമേ ഒന്നുള്ളൂ. മറിച്ചോ നമുക്കറിയാത്ത പഴം തന്നപ്പോൾ നമുക്ക് തിന്നാൻ കഴിയുമോ? ഇപ്പം പല ഈ അറബികൾ കൂടുതൽ വാങ്ങുന്ന ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയാൽ ചില ഫലങ്ങൾ 100 റിയാലൊക്കെയാണ് അല്ലേ? ജമ്മത്തിന് നമുക്കൊരാൾ വാങ്ങി തന്നാൽ തന്നെ ഇറങ്ങൂല. അത് മലയാളിക്ക് ഒരാൾ വെറുതെ 100 റിയാലിന് സാധനം വാങ്ങിക്കൊടുത്താണ്. നമ്മളൊരു മാനസികാവസ്ഥ അത്രയും വലിയൊരു സാധനം തിന്നാലേ ഒരവസ്ഥ അല്ല. നമ്മളെ ഡിഫാൾട്ട് അങ്ങനെയാണ്. നമ്മൾ മലയാളികൾ അങ്ങനെ നമുക്ക് കഴിയൂലേ. ഒരാൾ വെറുതെ വാങ്ങി തന്നാൽ തന്നെ നമുക്ക് കഴിയൂല. അപ്പോൾ ഈ രൂപത്തിലാണ് ചില ഫലങ്ങൾ നമുക്കറിയാത്തത്. അപ്പം നമുക്കറിയുന്ന ഫലങ്ങൾ തന്നെയായിരിക്കും സ്വർഗത്തിലുണ്ടാകുക. പക്ഷെ അതിൻ്റെ രുചി നരകത്തിലെ സംഗതികളും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇപ്പം തീയെന്ന് പറഞ്ഞു, ഈ ചൂടുള്ളൂ അല്ല, വലിയ ചൂടാണ് അല്ലേ? അപ്പോൾ നരകത്തിൽ മനുഷ്യൻ്റെ രൂപം ഈ രൂപമാണോ? അല്ല, ഇതിലും വലിയ രൂപമാണ്. അപ്പോൾ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ അതേ ഈ തീയിലുള്ളൂ അല്ലല്ല, ആ തീയിലും വലിയ തീ. അതേപോലെ തന്നെ ആ ശിക്ഷയിലും വലിയ ശിക്ഷ. ആ സ്മെല്ലിലും ദുർഗന്ധമാണെങ്കിൽ അത് അതിൻ്റെ ഏറ്റവും വലിയ കാഠിന്യമായ ദുർഗന്ധം. സുഗന്ധമാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സുഖത്തിലുള്ള സുഗന്ധം. ഇങ്ങനെയായിരിക്കും സ്വർഗത്തിലെ കാര്യങ്ങൾ. അതുകൊണ്ട് സ്വർഗത്തിലെ ഫലങ്ങൾക്ക് അമാനി മൗലവി ഇതിൽ പറയാൻ, അഥവാ മാങ്ങ, മാതളം, കട്ടിൽ എന്നുള്ളൊരു സാധനമുണ്ടോ, മാംസം എന്നിങ്ങനെയുള്ള പേരുകളിൽ മാത്രമല്ലാതെ മറ്റു കാര്യങ്ങളിൽ അവർക്ക് യാതൊരു സാദൃശ്യമല്ല. ആ സെക്കൻഡ് പാരഗ്രാഫിൽ അല്ലേ? പേരിൽ മാത്രമേ സാദൃശ്യം ഉണ്ടാവുള്ളൂ. സ്വർഗത്തിലെ വസ്തുക്കളെയും സ്ഥിതികളെയും കുറിച്ച് പറയുമ്പോൾ സദാ ഈ തത്വം ഓർമ്മിച്ചിരിക്കേണ്ടതാകുന്നു. നരകത്തിലും അങ്ങനെയാണ്. ഇത് മാത്രമാണോ? വലഹും അവർക്കുണ്ട് ഫീഹാ സ്വർഗത്തിൽ അസ്വാജുൻ ഇണകൾ. സൗജുൻ എന്ന് പറഞ്ഞാൽ ഇണ അങ്ങോട്ടും ആകാം, ആണും ആകാം, പെണ്ണും ആകാം അല്ലേ? ഭാര്യക്ക് ഭർത്താവിന് ഒക്കെ ഇണയാണ്. ഇസ്ലാമിൽ ഭാര്യ ഭർത്താക്കന്മാരെ പറഞ്ഞ് സൗജി എന്നാണ്. സൗജിയത്ത് കാരണം എന്താ? പാരസ്പര്യം എന്നാണ്. ഒരു കുടുംബത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു സൃഷ്ടിപരത ഉണ്ടാകൽ അപ്പോഴാ അല്ലേ? ഒരു രാജ്യം വികസിക്കൽ, ഒരു കുടുംബം നന്നാകലൊക്കെ എപ്പോഴാ? അവിടെ സ്നേഹം ഉണ്ടാകുമ്പോഴേ. നമ്മളാണ്ട് കയറി ചെല്ലുമ്പോൾ ഓൾ അതിലും വലിയ നാക്കുമായിട്ട് നമ്മളെ എതിർക്കാൻ നിന്നാൽ നമ്മളതിലും വലിയ കൈയായിട്ട് ഓളടിക്കും. അതോടുകൂടി പാരസ്പര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഇത് കുട്ടികൾ കണ്ടു നിന്നിട്ട് അവരും വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കും അല്ലേ? അവർക്ക് വാപ്പാനെ ബഹുമാനം ഉണ്ടാവില്ല. കാരണം അമ്മ വാപ്പാനെ കുട്ടികളെ മുമ്പിലിട്ടിട്ട് വേണ്ടാത്ത ഇങ്ങനെ പറഞ്ഞാൽ ഈ ഉമ്മാക്ക് വിലയില്ലാത്ത കുട്ടിയൊക്കെ ഉണ്ടാവുമോ? ഭാര്യമാർ നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുന്നോ അതെല്ലാം കുട്ടികൾ അങ്ങനെ തന്നെ എന്താവും? വിശ്വസിക്കും. ഒരു ഉപ്പയോട് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാക്കാൻ, മക്കളിൽ ഉണ്ടാക്കാൻ ആർക്കാ കഴിയുക? ഉമ്മമാർക്കാണ്. കാരണം നമ്മൾ 8 മണിക്കൂർ ജോലി, അത് കഴിഞ്ഞ് ഓവർ ടൈം, ഇതൊക്കെ പാടെ കഴിഞ്ഞിട്ട് സ്നേഹം കൊടുക്കാൻ എന്തില്ല? സമയമില്ല. വേറെ കുറേ സാധുക്കൾ കുടുംബമല്ലാതെ ജീവിക്കുന്നവർ, അവർ 2 കൊല്ലത്തിലൊരിക്കൽ പോകും, 2 മാസം നിൽക്കും, അല്ലെങ്കിൽ കൊല്ലത്തിൽ 1 മാസം നിൽക്കും. കുട്ടികൾക്ക് ഉപ്പയുടെ വില അറിയണമെങ്കിൽ, ആ ഉപ്പയുടെ സമ്പാദ്യത്തിൻ്റെ വില അറിയണമെങ്കിൽ ആര് പറഞ്ഞു കൊടുക്കണം? ഉമ്മ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ വാപ്പാനെ തെറി പറഞ്ഞാൽ, ഉപ്പാനെ മോശമാക്കിയാൽ ആ കുട്ടികൾക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചോ, സമൂഹത്തിൽ ശ്രദ്ധിച്ചോ, ഉമ്മമാർ നാക്കില്ല. എല്ലാ ഉമ്മമാരുടെയും മക്കൾക്കും ആരോട് ബഹുമാനം ഉണ്ടാവില്ല? വാപ്പാനോടുണ്ടാവും. വാപ്പാനോടില്ലേ പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ മക്കൾ ആർക്കെതിരെ തിരിയും? ഉമ്മാക്കെതിരെയും തിരിയും കേട്ടോ. അതുകൊണ്ട് പാരസ്പര്യം, പ്രത്യേകിച്ചിപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെയധികം, പ്രത്യേകിച്ച് കുടുംബകാര്യങ്ങളൊക്കെ, ആ വാതിലടച്ച് നമുക്കും ഭാര്യയ്ക്കും നമുക്കും സംസാരിക്കാമെന്നുള്ളത് അവരുടെ തന്നെ സംസാരിക്കണം. അതുപോലെ സെൻറ്ററിലെ കാര്യങ്ങൾ അങ്ങനെ വണ്ടിയിലിരുന്നിട്ടും
ഓൻ ശരിയില്ല, ഇപ്പം ശരിയില്ല, അങ്ങോട്ട് ശരിയില്ല, ഇങ്ങോട്ട് ശരിയില്ല, ആ മൂല്യം ശരിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് എല്ലാ മൂല്യന്മാരെന്താവില്ല, ശരി ഉണ്ടാവില്ല അല്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ ഒരാളെ പ്രസംഗം കേട്ടു, അയാളെ പറ്റി നിങ്ങൾക്കൊരു കമൻ്റ് ഉണ്ട്, അതൊന്നുമില്ലെങ്കിൽ പറയരുത് എന്നാണ്. ഇനി പറയാൻ നിങ്ങൾക്ക് മുട്ടിയാലോ ഒരു കുറ്റം നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ തന്നെ ആ വാതിലടച്ചിട്ട് ഭാര്യനോട് അതിൽ സ്വന്തം പറയാം. അതിങ്ങനെ വണ്ടി ഇരുന്നിട്ട് എത്തപ്പം മൂല്യയുടെ കാര്യം എന്ന് പറയുമ്പോൾ പിന്നെ കുട്ടിക്ക് എവിടുന്ന മാതൃക ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ വേറെ കുറേ ആൾക്കാർ വീട്ടിലിരുന്നിട്ട് മുജാഹിദ് ശരിയില്ല എന്ന് അതിങ്ങനെ 5 കൊല്ലം കൂടുമ്പോൾ ഇപ്പം ഇങ്ങനെ പിരിഞ്ഞ് തവള മുട്ടിടുന്ന പോലെ ഇങ്ങനെ അത് കുട്ടികളുടെ മുമ്പിൽ വേറെ എവിടെ അവരൊന്നും ശരിയില്ല. പിന്നെ ആരാ ശരി? മൂപ്പര്. എന്നാൽ മൂപ്പര് കുട്ടികളെ എവിടേക്കെങ്കിലും കൊണ്ടുപോകും, മൂപ്പരിട്ട ഒരു ക്ലാസ്സിട്ടും കേൾപ്പിക്കില്ല. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിന് വിളിച്ച വേറെ കുറേ ആൾക്കാർ എന്താ ഇപ്പോൾ അവിടെ പോയിട്ട് ഗ്രൂപ്പ് പറയല്ലേ? ഇപ്പം ഇവിടെ ആരാ ഗ്രൂപ്പ് പറയലുണ്ടാ? പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു, അത് പറയേണ്ട സമയത്ത് പറയും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലേ? പിന്നെ ഇതേപോലെ ക്ലാസ്സുകളും പരിപാടികളും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഇവിടെ വന്നു ഞാനും ഒരു നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വായിച്ചു വന്നു, നിങ്ങളും അൽഹംദുലില്ലാഹ് എന്നൊക്കെ കുറേ കിട്ടി അല്ലേ, പഠിച്ചു. ഇതാപ്പോൾ ഇവിടെ നടക്കണേ. പക്ഷെ പുറത്തുനിന്ന് ഒരുത്തം ഇങ്ങോട്ട് വരാൻ അവന് മടിയേക്കാരും. അപ്പോൾ അവനൊരു കമാൻഡാണ്, എന്താ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്ഥാനത്തെ മൊത്തം അല്ലെങ്കിൽ ആ മൂല്യന്മാരെ മൊത്തം അത് കുട്ടികളെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്ന അവർക്കൊക്കെ വലിയ വില ഭാവിയിൽ കൊടുക്കേണ്ടി വരും. അള്ളാഹു അവർക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഈ സൗജിയത്ത്, ഈ പാരസ്പര്യം എപ്പോഴും നമ്മൾ നിലനിർത്തണം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ. പെണ്ണും ആണും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ഭർത്താവിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഭാര്യയ്ക്കും അങ്ങോട്ട് തിരിച്ചൊക്കെ കഴിയാതിരിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത് വന്ന് പെട്ടില്ലേ, ഇനിയിപ്പോൾ എന്താ തന്നെ സഹിക്കന്നെ. ഇനിയിപ്പോൾ വേറൊരു പെണ്ണ് കെട്ടാൻ പോയാൽ അതും പെണ്ണെന്നെ അല്ലേ? അതും തന്നെ പെണ്ണെന്നെ. ഇനി വേറൊരു പുരുഷനെ ഇവനെ ഒഴിവാക്കി പോയാലോ അതും തന്നെ ഓനിഞ്ഞ് ഇതിലും വലിയ സ്വഭാവക്കാരനെ കയറും. അൽഹംദുലില്ലാഹ് ഏതായാലും ഇത് ആയി. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും എന്താവുക, ഇരിക്കാതെ നല്ല നിലക്ക് പാരസ്പര്യത്തിൽ എന്താകുക, പോവുക. അതിന് ക്ഷമ, സഹോദര്യം, സ്നേഹം, നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി എന്ന് പറയുക അല്ലേ? ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറിന് കൈകൊണ്ടല്ല, സ്നേഹം കൊടുത്തിട്ടും വാങ്ങിയിട്ടും പരസ്പരം സ്നേഹിച്ചും. ഭാര്യമാരോടൊക്കെ നമ്മളൊരു ഭക്ഷണം നന്നായി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയൊരു കാര്യമാണ്. മറിച്ച് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം പറഞ്ഞ് അതൊരു നല്ല സ്വഭാവമല്ല. നമ്മളാണെങ്കിൽ ഒരു ചുക്കും ചെയ്യൂല, ഒരു ഓംലെറ്റ് പോലും അടിക്കാൻ അറിയില്ല, എന്നിട്ട് ഒരാൾ അടിച്ചാൽ ഉപ്പില്ല, അതിൽ മുളകില്ല, അതിൽ കുരുമുളക് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ്. അപ്പോൾ അതല്ല, അതാണ് സൗജിയത്ത്. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞാലും ഈ സൗജിയത്തിലല്ലാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇസ്ലാം സൗജി എന്ന് പേരിട്ട്. അറബി വാക്ക് നോക്കാം, കറക്റ്റ് വേർഡ് എടുത്ത് സൗജിയത്ത്. ഈ സൗജിയത്തിലാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, സൃഷ്ടിപരത ഉണ്ടാവുള്ളൂ, പുരോഗമനം ഉണ്ടാവുള്ളൂ. ഒരു രാജ്യത്ത് ഒരു വ്യവസായം വരണമെന്ന് വിചാരിച്ചു, എന്ത് വേണം? സമാധാനം വരണം. മോഡി 33 രാജ്യത്ത് പോയി, ഇവിടെ വന്നപ്പോൾ ബീഫ് തിന്നാൻ അടിച്ചു കൊല്ലുകയാണ്. ആരും എന്തായാലും വ്യവസായം വരുന്നില്ല ഇന്ത്യയിലേക്ക്. കാരണം ജനങ്ങൾക്ക്, വ്യവസായികൾക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല. കലാപങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള പേടി. നമ്മളമാതിരി 50,000 റുപ്യേൻ്റെ ബക്കാല തുടങ്ങിയല്ല, ഓല 50-500 മില്യൻ്റെ ബില്യൻ്റെ സംഗതികൾ കൊടുന്ന് തുടങ്ങിയാണ്. അപ്പോൾ അവർക്ക് എന്ത് വേണം? സമാധാനം വേണം, പാരസ്പര്യം വേണം. ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനൊക്കെ നല്ല നിലക്ക് എന്താവണം? ജീവിക്കണം. അത് കുടുംബത്തിലും അങ്ങനെയാണ്, ഒരു രാഷ്ട്രത്തിലും അങ്ങനെയാണ്. നമ്മളാരെങ്കിലും ഇപ്പോൾ എമ്മന് പോയിട്ട് കട തുടങ്ങുമോ? ഇല്ല, കാരണം ഇപ്പോൾ അവിടുത്തെ സാഹചര്യം ശരിയല്ല. അപ്പോൾ ഈ രൂപത്തിലാണ് സൗജിയത്തുള്ളവിടത്താണ് വളർച്ച ഉണ്ടാവുക. അതുകൊണ്ട് ആണ് ഇസ്ലാം ഇണകൾക്ക് സൗജി എന്ന് പേരിട്ടത്. പക്ഷേ ഇവിടെയുള്ള സൗജ് ഖുർആൻ മറ്റ് ആ അടുത്ത ആയത്തിൽ പറയട്ടെ മുത്തഹറ. അതോടുകൂടി സൗജ് എന്താണ് എന്ന് മനസ്സിലായി? മുത്തഹറ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പറയുന്നതാണ്, പരിശുദ്ധമാക്കപ്പെട്ട കേട്ടോ. സ്വർഗത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൊണ്ടും സ്വഭാവം കൊണ്ടും അതേപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുനിയാവിൽ അവർക്കുണ്ടാകുന്ന പല സംഗതികളും ഇല്ലാത്തവരും അത്രയും പരിശുദ്ധകളാണ്. അപ്പോൾ ഇവിടെ അസ്വാജ് എന്നുള്ളത് അത് സ്ത്രീകളാണെന്ന് മനസ്സിലായത് മുത്തഹറത്തുൻ അല്ലേ, അവർ പരിശുദ്ധമാക്കപ്പെട്ട സ്ത്രീകളാണ്. വഹും ഫീഹ ഖാലിദൂൻ, അവർ ആ സ്വർഗത്തിൽ എന്താണ്? നിത്യവാസികളാണ്. വഹും അവർ ഫീഹ, സ്വർഗത്തിൽ ആ സത്യവിശ്വാസികൾ ഖാലിദൂൻ, നിത്യവാസികളായിരിക്കും. സ്വർഗത്തിലും 145 പേജിൽ
ലാസ്റ്റ് 3 വരി നോക്കാം. ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ മുതലായവർ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ നബി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: സ്വർഗക്കാർ സ്വർഗത്തിലും നരകക്കാർ നരകത്തിലും പ്രവേശിക്കും. പിന്നീട് ഒരാൾ അവർക്കിടയിൽ രംഗത്ത് വന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കും: നരകക്കാരെ മരണമില്ല, സ്വർഗക്കാരെ മരണമില്ല, എല്ലാവരും അതതിൽ നിത്യവാസികളായിരിക്കും. കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും ഭാഗ്യം തരുമാറാവട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരായത്ത് എടുക്കാം. 10 മണി വരെയല്ലേ? അപ്പോൾ എടുത്തൊന്നുകൂടി കൊണ്ട് വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. എന്നർത്ഥം പറഞ്ഞേ. وإن كنتم في ريب, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, മിമ്മാ നസ്സൽന ഇറക്കിയതിൽ, അലാ അബ്ദിന, അബ്ദ് നമ്മുടെ അടിമ. ആരടിമ? റസൂലുള്ള അല്ലേ? റസൂലുള്ളാഹിൻ്റെ പേരിൽ ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫഅ്തു ബി, നിങ്ങൾ കൊണ്ടുവരികയും, സൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലെയുള്ള ഒരു സൂറത്ത്. വദ്ഉ ശുഹദാഅക്കും, അത് കൊണ്ടുവരാൻ. വദ്ഉ, നിങ്ങൾ എന്തായാലും വിളിച്ചോളിയും, ശുഹദാഅക്കും, സഹായികളെ. സാക്ഷികളെന്നും പറയും, സഹായികളെന്നും പറയും. മിൻ ദൂനില്ല, അല്ലാഹുവല്ലാത്ത, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. ഫഇല്ലം തഫ്അലു, നിങ്ങൾക്കതിന് കഴിയില്ല. വലൻ തഫ്അലു, ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോ, നിങ്ങൾക്കതിന് കഴിയില്ല. അതല്ല എങ്കിൽ ഫത്തഖുന്നാറ, നരകം സൂക്ഷിച്ചോ. അല്ലത്തി, ആ നരകം എന്ന് പറയുന്നത്, വഖൂദുഹ, അതിൻ്റെ വഖൂദ് എന്താ? കത്തിക്കുന്നത്, അതിൻ്റെ വിറക്. അന്നാസു വൽ ഹിജാറ, ആരാണ്? മനുഷ്യന്മാരും കല്ലുകളുമാണ്. ഉഇദ്ദത്, അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ലിൽ കാഫിരീൻ, ആർക്ക്? സത്യവശി. വബശ്ശിരില്ലദീന ആമനു, റസൂലുള്ളാഹിയോട് പറയാൻ, മുഹമ്മദേ സന്തോഷവാർത്ത അറിയിക്ക്. ആരെ? അല്ലദീന ആമനു, വിശ്വസിച്ചകളെ. വഅമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിച്ചവരെ. എന്താണ് സന്തോഷവാർത്ത? അന്നലഹും, അവർക്കുണ്ട്, ജന്നാത്തിൻ, എന്തുണ്ട്? സ്വർഗം, തോട്ടങ്ങൾ, തജ്രി മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്വാരത്തിലൂടെ ഒഴുകുന്നു, അൽ അൻഹാർ, അരുവികൾ ഒഴുകുന്നു. കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ, അതിൽ നിന്ന് ഫലങ്ങൾ അവർ ഭക്ഷിക്കപ്പെടുമ്പോഴൊക്കെ, അല്ലേ, ആഹാരമായിട്ട് ഫലങ്ങൾ അവർ ഭക്ഷിക്കുമ്പോഴൊക്കെ, ഖാലു, അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഇത് ഞങ്ങൾ എന്തായിട്ടുണ്ട്? മുമ്പ് കഴിച്ചിട്ടുണ്ട്. വഅ്തു ബിഹി മുതശാബിഹാ, അവർക്ക് സാദൃശ്യമുള്ളതായി, പരസ്പര സാദൃശ്യമുള്ളതായി കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമോ, വലഹും, അവർക്കുണ്ട്, ഫീഹ, ആ സ്വർഗത്തിൽ, അസ്വാജും മുതഹറ, പരിശുദ്ധമാക്കപ്പെട്ട ഇണകൾ, വഹും ഫീഹാ ഖാലിദൂൻ, ആ സ്വർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം തരുമാറാവട്ടെ.
അവൻ്റെ ഭയാനകമായ നരക ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന് ശേഷം നമ്മെ നമ്മളാക്കിയ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ഖബറുകളിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയുടെ വെളിച്ചം അള്ളാഹു എത്തിക്കുമാറാവട്ടെ. അസുഖം കൊണ്ടും പ്രയാസം കൊണ്ടും കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.